Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഈ പ്രാവശ്യത്തെ നമ്മുടെ റെസിപ്പീസ് എല്ലാം ഞാൻ സ്പെഷ്യലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എന്നും നമ്മൾ ഒരേ സാധനം തന്നെ എന്നാ പറയുന്നത് നാടൻ സാധനം തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒക്കെയല്ല. ഞാൻ എന്നാന്നറിയാമോ ഈ പുതിയ റെസിപ്പീസ് പഠിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് പൊതുവേ ഞാൻ പറയുവാന്നേൽ ഇപ്പം നമ്മളെല്ലാവരും നിത്യം ചെയ്യുന്ന ഒരു റെസിപ്പീസിൽ നിന്ന് ഒന്ന് ഇച്ചിരി വ്യത്യാസമായിട്ട് ചെയ്യാനാണ് ഇഷ്ടം. അങ്ങനെ ചെയ്തേച്ച് ഞാൻ എൻ്റെ പ്രേക്ഷകരോടെല്ലാം പഠിപ്പിച്ച് തന്നപ്പോഴത്തേനും ഉണ്ടല്ലോ ഒരു നല്ല റെസ്പോൺസാണ് എനിക്ക് വരുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് കുറേ റെസിപ്പീസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു എന്നാ പറയുക ഒരു നല്ലൊരു എൻകറേജ്മെൻറ്റാണ് എനിക്ക് തരുന്നത്. അന്നേരം അതിനകത്തുള്ള പ്ലസ് പോയിന്റ് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചേച്ചാലേ നമ്മൾ ഈ അന്യരാജ്യത്തുള്ള ഡിഷസൊക്കെ ചെയ്യുന്നത്. അന്നേരം പിന്നെ കുറച്ചുകൂടെ ഒരു എൻകറേജ്മെൻറ്റ് അതിൽ കൂടുതൽ കിട്ടി കേട്ടോ. ഡബിൾ എൻകറേജ്മെൻറ്റ്സാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അന്നേരം ഞാൻ കുറച്ച് ദിവസത്തേക്ക് നാടൻ ഭക്ഷണം ഒന്ന് ഇച്ചിരി മാറ്റി വെച്ചേച്ച് ആ ഒരു പ്രോത്സാഹനത്തിൻ്റെ മേലിലായിരുന്നു ഞാൻ ഈ പറഞ്ഞ കൂട്ട് എല്ലാം ഈ പുതിയ സാധനങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഇന്നും സത്യം പറഞ്ഞാൽ ഇത് വെജിറ്റേറിയനും ചെയ്യാം നോൺ വെജിറ്റേറിയനും ചെയ്യാം. പക്ഷേ ഇതും കുറച്ച് എബ്രോഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയായിരുന്നു. ഇത് നമുക്ക് പനീറിൽ ചെയ്യാം, മഷ്റൂമിൽ ചെയ്യാം. മഷ്റൂം ചെയ്യുമ്പോഴത്തേന് കുറച്ച് എന്നാ പറയുന്നത് ആ ഒരു ടോസ്റ്റിംഗ് മാത്രമേ വരുന്നുള്ളൂ. പനീറാണെങ്കിൽ സ്ലൈസസ് ആയിട്ട് തന്നെ എടുത്തേച്ച് ഗ്രില്ല് ചെയ്താൽ മതി. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേര് എന്നാന്ന് വെച്ചാൽ മെഡിറ്ററേനിയൻ ഗ്രിൽഡ് ചിക്കൻ. ഇതൊരു സ്റ്റാർട്ടറാണ്. ഇന്ന് നമ്മൾ കുറച്ച് ലൈറ്റായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ റെസിപ്പി ആയിട്ടുള്ള എന്നതേലും കൂട്ടി കഴിക്കാവുന്ന ഡിഷല്ല. ഇത് സ്റ്റാർട്ടറാണ്. ഇത് സ്റ്റാർട്ടർ ആക്കാൻ പറ്റും. അതല്ല നമുക്കൊരു ഡിന്നർ മതി, ഭയങ്കര ഡയറ്റും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരാന്നേൽ ഇത് ഡിന്നറായിട്ട് എടുത്തേച്ച് ഒരു എന്നാ പറയുക ഒരു ബഞ്ച് ഒത്തിരി ഒരു കൈപ്പിടിയോളം സാലഡ് കൂടെ ഉണ്ടാക്കി വെച്ച് ഇത് കഴിക്കുക. വേറെ ഒന്നും കഴിക്കരുത്. മറ്റേ രാത്രിയാകുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത് മിക്കപ്പോഴും ചപ്പാത്തി ദോശ ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞേച്ച് കഴിക്കും. അതൊന്നും വേണ്ട. ഈ ഒരു പീസും ലോട്ട്സ് ഓഫ് സാലഡും കൂടെ കഴിക്കുവാണെങ്കിൽ ഡിന്നർ ഇസ് പെർഫെക്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. അത്രയുമേ രാത്രി കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി ഇതിന് വേണ്ടി ചേരുവകൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നത് കുറച്ച് ബ്രസ്റ്റ് പീസാണ് മേടിച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ചേരാനുള്ളത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ 5 സ്പൈസ് പൗഡറാണ്. 5 സ്പൈസസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിനകത്ത്. പിന്നെ ഇത് ജാതിക്കായുടെ പൊടിയാ. ഇത് കുറച്ച് പാപ്രിക്ക, ഇച്ചിരി എരിവ് നമ്മുടെ ടേസ്റ്റിന് വരണം എന്ന് തോന്നുവാന്നേൽ ഇച്ചിരി മുളക് പൊടി ഇട്ടു. പാപ്രിക്ക ഒഴിവാക്കണം, മുളക് പൊടി ഇടുക. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി, ഇച്ചിരി നാരങ്ങ നീര്, ഏലക്ക പൊടിച്ചത്, പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ്. നമ്മളിത് വറക്കാനുള്ളത് ഒന്നെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഇല്ല ഹെൽത്ത് ഒത്തിരി നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ രാത്രി ഇതും ഒരു കുറേ സാലഡ് മാത്രം കഴിക്കുവാന്നേൽ നമ്മൾ ഇത് ടോസ്റ്റ് ചെയ്യേണ്ടത് ഒലീവ് ഓയിലായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ മതി. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന കുറച്ച് ഒലീവ് ഓയിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട എല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് ഒരു ½ an hour നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് ഇതിൻ്റെ കൂടെ മാരിനേറ്റ് ചെയ്യാനുള്ളതാണ് കുറച്ച് ഉള്ളി. ഇച്ചിരി കനം കൂടുതലായിട്ടാണ് മുറിച്ചേക്കുന്നത്. ഇതാണെങ്കിൽ മാത്രമേ നമുക്ക് പാനിനകത്ത് വെച്ച് ഗ്രില്ല് ചെയ്യാനൊക്കത്തുള്ളൂ. ഇല്ലേലും അത് പൊട്ടിപ്പോവും. അല്ലേലും ഇത് പൊട്ടിപ്പോവും. എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഒരു കട്ടി ഉണ്ടെങ്കിൽ മാക്സിമം നമുക്ക് അതിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കുവേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റും ഈ പറഞ്ഞ സാധനങ്ങളില്ലേ എല്ലാം കൂടെ നമ്മൾ ആ ചിക്കൻ ബ്രസ്റ്റിലോട്ട് മാരിനേറ്റ് ചെയ്യണം. എത്രയാണ് വേണ്ടിയതെന്ന് വെച്ചാൽ അതിൻ്റെ അളവ് കണക്കാക്കിക്കൊണ്ട് നമ്മൾ മേടിക്കുന്ന ചിക്കൻ്റെ അളവ് പോലെ ഇരിക്കും. ആദ്യം വെളുത്തുള്ളി 1 കിലോ ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം വെളുത്തുള്ളി ഇട്ടു. പിന്നെ 5 സ്പൈസസ് പൗഡർ ഇതൊരു 3/4 ടീസ്പൂണോളം കണക്കാക്കിക്കോയേ. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. ജാതിക്കായുടെ പൊടി ഒരു ഇച്ചിരി മതി. പിന്നെ പാപ്രിക്ക പൗഡർ അത് എരിവ് കണക്കാക്കി. അതല്ല നമ്മുടെ ചിക്കനകത്ത് ഒരു ഇച്ചിരി
എന്നാ പറയുന്നത് നിറമൊക്കെ വേണമെന്ന് തോന്നുവാന്നേൽ മുളക് പൊടി ഇടാം. അഥവാ നമ്മുടെ കയ്യിൽ പാപ്രിക്കായും മുളക് പൊടിയും എല്ലാം ഉണ്ടെങ്കിൽ 50-50 ഇട്ടാലും നല്ലതാട്ടോ. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക്, പിന്നെ ഒരു ഇച്ചിരി നാരങ്ങാ നീര്, ഒരു നാരങ്ങയുടെ മുഴുവൻ എടുത്തോ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഏലക്ക പൊടിച്ചത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചിക്കന് വേണ്ടിയ ഉപ്പ്. കുറച്ച് ദിവസമായിട്ട് സ്പൂണ് വെച്ചുള്ള കളിയായിരുന്നു, ഇനി നടക്കുകയില്ല, ഞാൻ എൻ്റെ കൈ വെച്ചേ ചെയ്തോളാം. ആദ്യം ഈ സ്പൈസസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാവേ. അന്നേച്ച് മീൻ പെരട്ടുന്ന പോലെ തന്നെ ഓരോന്നായിട്ട് എടുത്ത് ഹോൾ സ്പൈസസ് ഇതിനകത്തോട്ടാക്കുക. നല്ലോണം പെരളണം. ശരിക്കും പറഞ്ഞാൽ ജിമ്മിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളാണെന്നേൽ അവരോട് ഏറ്റവും കൂടുതൽ ഡയറ്റ് പറയുന്നത് ഇതാ, ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് മാത്രം കഴിച്ചാൽ മതിയെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതും ഒരു എന്നാ പറയുക, ഒരു കുറേ സാലഡും കൂടെ എടുത്ത് വെച്ച് കഴിച്ചേച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഗ്രില്ലിങ് എഫക്റ്റിലാണ് പിള്ളേർ കൂടുതലും കഴിക്കാനുള്ളതെന്ന് പറയും. ഓയിൽ ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ പല ടൈപ്പ് ഓഫ് മാരിനേഷൻ നമുക്ക് എടുക്കാൻ നോക്കുവേ. എന്നാന്ന് വെച്ചാൽ ഇത് ഒന്നാമത്തെ കാര്യം 2 ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമ്മൾ നല്ലതായിട്ട് പെരട്ടി വെച്ച് ഫ്രിഡ്ജിൽ ഒരു ഹാഫ് ആൻ അവർ വയ്ക്കാം, അല്ലെങ്കിൽ ഓവർനൈറ്റ് വയ്ക്കാം. എന്നതാണ് നമ്മുടെ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഈ പെരട്ടിയേക്കുന്ന മാരിനേഷൻ കംപ്ലീറ്റ് പിടിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് വേവിച്ചേച്ച് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ആന്നേൽ ഇതൊന്നുമല്ല, നമ്മൾ എബ്രോഡൊക്കെ ആന്ന് വെളി രാജ്യങ്ങളിലാന്നേൽ അവർ ഫുൾ കുക്ക്ഡ് ആയിട്ടുള്ളൊരു മീറ്റ് കഴിക്കുകയില്ല. അപ്പോൾ അവരെന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി ഗ്രില്ലിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഓവണിനകത്ത് ചെയ്യും. ഓവണിനകത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഹെൽത്തായിട്ട് വരുന്നത്. അതിനകത്ത് ഓയിൽ വരുന്നില്ല, ഒന്നും വരുന്നില്ല. നമ്മൾ വറുക്കുന്നതിൻ്റെ അത്രയും ഓയിൽ ഓവൺ എടുക്കുകയില്ല. ഇതിനകത്തോട്ട് ഇച്ചിരി ഓയിലും കൂടെ ഒഴിച്ചേച്ച് നമ്മൾ ഓവണിനകത്ത് വെച്ചാൽ മതി. മറ്റേ ഗ്രില്ലിംഗ് പാൻ ആണെങ്കിൽ അങ്ങനെയല്ല, എണ്ണ ഒഴിച്ചാൽ മാത്രമേ നമ്മുടെ ചിക്കൻ നല്ല ഗ്രില്ലായിട്ട് കിട്ടത്തുള്ളൂ. അതാണ് ഡിഫറൻസ്. ഇപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ പറയുവാന്നേൽ, എന്നെ മാത്രമല്ല എൻ്റെ പ്രേക്ഷകരെല്ലാം ചേർത്ത് പറയുവാന്നേൽ, നമ്മളെല്ലാവരും കേരളക്കാരാ. ഈ പറഞ്ഞ പോലെ പകുതി വെന്ത കോഴിയെ നമുക്ക് ആർക്കും പിടിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യണം, ഇത് ഇച്ചിരി മുഴുത്ത കഷ്ണം അതേണ്ട ഒരു ചിക്കൻ ബ്രസ്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ തിക്നെസ് കണ്ടോ, ഇത് നമ്മൾ എന്നാ ഉറപ്പിൽ പാനയിലിട്ട് വറുത്തെടുക്കും. അതുകൊണ്ട് നമുക്കതൊന്നും നോക്കിയേല. അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യണം, അതൊന്ന് വേവിച്ചേച്ച് കഴിച്ചാൽ മതി. ഇനി പുറം രാജ്യങ്ങളുള്ളവർ എന്നാ പറഞ്ഞാലും നമുക്ക് കേൾക്കണ്ട, നമുക്ക് വേവിച്ചേച്ച് കഴിച്ചാൽ മതി കേട്ടോ. ഇതും കൂടി ഇതിനകത്തൊഴിച്ച് ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് കളേഴ്സ് ഇല്ല, ഒന്നുമില്ല. അതെല്ലാം ഇനി വെന്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒലീവ് ഓയിൽ, അല്ലെന്നുണ്ടെങ്കിൽ ബട്ടറിൽ വറുത്തെടുക്കാം. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നേക്കുക. ഇനിയിപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓപ്ഷൻ പറഞ്ഞുതരാം. ചിക്കനകത്ത് അരപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. ബാക്കി ആ നമ്മൾ അരപ്പ് എത്രയായാലും നമ്മൾ ചിക്കനകത്ത് വെള്ളം ഒഴിച്ചേച്ച് വേവിക്കുമ്പോഴത്തേന് അതിൻ്റെ ആ അരപ്പുണ്ടല്ലോ ആ പാനിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ വരും. ആ വെള്ളത്തിനകത്ത് കലങ്ങിയേച്ച് വെള്ളം പറ്റി 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 വരുമ്പോൾ അറ്റത്തോട്ട് നമ്മുടെ പാനിൻ്റെ അറ്റത്തായിട്ട് ആ എന്നാ പറയുക വെള്ളവും അരപ്പും എല്ലാം കൂടെ ആവും. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിക്കും സെയിം സാധനം തന്നെയാണ് മാരിനേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമ്മുടെ ചിക്കൻ ഇതിനകത്ത് നിന്ന് അങ്ങ് എടുക്കുക. ഇത് മാറ്റി വെച്ചേച്ച് ഇതിനകത്തോട്ട് തന്നെ നമ്മുടെ ഉള്ളി ഇടുക. ഉള്ളി റിങ്സ് ആയിട്ട് മാറിപ്പോരുത്, ഇതേപോലെ തന്നെ ആ പീസ് വേണേ. അന്നേച്ച് ഇതിനെ തിരിച്ചു മറിച്ചു വിടുക. ഒരു ഇച്ചിരി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ 2 വശത്തും ആ എന്നാ പറയുന്നത് ആ അരപ്പൊന്ന് പിടിക്കും. ഇത്രയും കട്ടിക്ക് മുറിച്ചിട്ട് തന്നെ ചിലതൊക്കെ ആണെന്നേൽ അതങ്ങ് പൊടിഞ്ഞു പോരുക. പോകുന്നത് പൊക്കോട്ടെ, കുഴപ്പമില്ല. ഇത് ഈ മാരിനേഷനകത്ത് ഇവിടെ കിടക്കട്ടെ.
എന്നുവെച്ച് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ സിമ്മേൽ വെച്ചാൽ മതി. അതിനകത്ത് കിടന്ന് നമ്മുടെ ചിക്കൻ ഒരു വലിയ മുഴുത്ത കഷ്ണമാണ്, അത് ഉള്ളുവരെ ഒന്ന് മുരിയണമെന്നുണ്ട് നമ്മൾ വലിയ തീയിട്ട് ഒക്കുകയില്ല, ചെറിയ തീയെ തന്നെ ഇടണം. ഇതിനകത്തോട്ട് ഒലീവ് ഓയിൽ ഒഴിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിലൊക്കെ ഒത്തിരി നമ്മുടെ ഹെൽത്ത് നോക്കാനുണ്ടെങ്കിൽ അതിനകത്തോട്ടിട്ട് വേവിക്കുന്ന സമയത്ത് ഒഴിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കൂട്ട് ഒന്ന് ഡ്രിസിൽ ചെയ്താൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡ്രിസ്ലിംഗ് അല്ല നടക്കുന്നത്, നല്ല രീതിയിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് നല്ലതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞേച്ചാൽ നമുക്ക് നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുക. അതായത് ആ വര നമ്മുടെ ആ ചിക്കനെ വീഴണം. അതല്ല, ഗ്രില്ല് ചെയ്തെടുക്കാൻ നമ്മുടെ വീട്ടിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഈ സെയിം പ്രൊസീജിയർ ഓവനിൽ ചെയ്യാൻ നോക്കും. അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ, ഏതാ നമ്മുടെ കൈവാക്കെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, ഗ്രില്ലിംഗ് പാൻ ഇല്ല, ഓവൺ ഇല്ല, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യേണ്ട ബാർബിക്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ നമ്മുടെ ഫ്രൈങ് പാനെ വറുത്തെടുത്തേച്ചാലും മതി. വറുത്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണ ഒഴിച്ചേച്ച് ചിക്കൻ ഫ്രൈ പോലെ വറുത്തെടുക്കുക അല്ല ചെയ്യേണ്ടത്. ഒരു ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്തേച്ചാൽ മാത്രം മതി, നത്തിങ് മോർ ദാൻ ദാറ്റ്. ഇനിയാണെന്ന് ഒരു ഇച്ചിരി നേരം എടുക്കുന്നത്. എന്നാണെന്നറിയാമോ, ഒരു ചിക്കൻ ഇട്ടേച്ച് ചെറിയ സിമ്മേ വെച്ച് പതുക്കെ 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 മുരിച്ചെടുക്കും. ധൃതി കൂട്ടിയേക്കല്ല, പതുക്കെ പതുക്കെ മതിയേ. കാര്യം എന്നാന്നോ, ആ ഗ്രില്ലിംഗ് പാനിൻ്റെ ആ വരയൊക്കെ ഒന്ന് വീഴണം നമ്മുടെ ചിക്കനേൽ, എന്നാൽ മാത്രമേ ഒരു സുഖമുള്ളൂ കേട്ടോ. ഇച്ചിരി നേരം മുരിയട്ടെ, നമുക്ക് ഇപ്പം തന്നെ അതൊന്ന് പ്രസൻറ്റ് ചെയ്യാം. ഇതിന് കൊടുക്കുന്ന ചട്നി എന്നാന്ന് വെച്ചാൽ പുതിന ചട്നിയില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ പുതിന ചട്നി അരച്ചേച്ച് ഒരു മയോണൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ദിൽ എന്ന് പറയുന്ന ഒരു ഇല കിട്ടും. ആ ഇല എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നല്ലോണം അരച്ചെടുത്തതിന് ശേഷം മറ്റേ തൈരും ചേർത്ത് വെളുത്തുള്ളി ചേർത്ത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട്, അതൊരു കൺഫ്യൂഷൻ സ്റ്റേജാണ്. ഈ ദില്ലെന്ന് പറയുന്ന ഒരു ഇല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. അതിലും ഭേദം ഒരു പുതിന ചട്നി അരച്ചേച്ച് ഈ മയോണൈസും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ഡിപ്പാന്നു ഇതിന്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതങ്ങോട്ട് ഓഫ് ചെയ്തേച്ച് അങ്ങ് എടുക്കുക. നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രില്ലാക്കാൻ ശ്രമിച്ചു, കുറച്ച് ഗ്രില്ലായിട്ടില്ല. എന്നാലും ആ വര ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ അരപ്പോടുകൂടി ചേർന്ന് വരുമ്പോഴത്തേക്ക് കുറച്ച് ആ വര വീഴാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ആ ടേസ്റ്റിന് ഡിഫറൻസ് ഒന്നും വരത്തില്ല. പക്ഷെ നമ്മുടെ പ്രസൻറ്റേഷനിലാണോ അത് വരാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ പ്രസൻറ്റേഷൻ അതിനകത്ത് വലുതായിട്ടൊന്നുമില്ല. നമ്മുടെ ആ കാരമലൈസ് ചെയ്ത ഉള്ളി ഇതിന് ചുറ്റും ഒന്ന് നിരത്തണം. ഇതിന് ഡിപ്പായിട്ട് ഞാൻ കൊടുത്തേക്കുന്ന സോസ് എന്നാന്നറിയാവോ, നമ്മുടെ മയോണൈസ് എടുക്കുക. അന്നേച്ച് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മിൻറ്റ്, അതായത് നമ്മുടെ പുതിന ചട്നി അരയ്ക്കണം. പുതിന ചട്നി അരച്ചേച്ച് മയോണൈസിനകത്തോട്ട് മിക്സ് ചെയ്തേച്ച് നമ്മൾ ഈ ചിക്കനുള്ള ഡിപ്പ് കൊടുത്തേച്ചാൽ മതി. ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഡിപ്പ് മാത്രമാണേലും നമുക്ക് ഇപ്പോൾ ചിക്കൻ തന്നെ വേണം എന്നില്ല, പനീറിനാണേലും ഏതൊരു കോമ്പിനേഷനാണ്, ഈവൻ മഷ്റൂമിന് ചെയ്യുവാന്നേ പോലും ഈ പറഞ്ഞ കൂട്ട് കുറച്ച് നല്ല ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ആക്കണം. അന്നേച്ച് ഈ ഡിപ്പ് തന്നെ വെച്ചേച്ചാൽ മതി. എന്നാ പറയുക, വാട്ടറി ആക്കണ്ടെന്നേ ഉള്ളൂ, ഡ്രൈ ആണ് ഈ സ്റ്റാർട്ടർ. ഇതിപ്പോൾ ഞാൻ പ്രസൻറ്റേഷൻ ചുമ്മാ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നിങ്ങൾ എൻ്റെ മേശയുടെ ചുറ്റും നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കേക്ക് ഇരിപ്പുണ്ട്, ഐസ്ക്രീം ഇരിപ്പുണ്ട്. ഇതൊക്കെ എന്നാന്നുള്ളതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. അതെന്നാന്നറിയാവോ, നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് എന്നതേലും ഒന്ന് പെട്ടെന്നൊരു ഡെസേർട്ടായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മധുരം എന്നതേലും കൊടുക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഇത് സാധാരണഗതിയിൽ അങ്ങറ്റം പോയ ഒരു കേക്ക് ആയിരിക്കും കാണുന്നത്. അന്നേരം നമ്മൾ എന്നാ ചെയ്യുന്നത്, കേക്ക് വിത്ത് ഐസ്ക്രീം എന്ന് പറയുന്നത് ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞുതരാം. കേക്ക് അങ്ങോട്ട് ഒരു കഷ്ണം മുറിച്ച് വെച്ച് ഐസ്ക്രീം അതിൻ്റെ മേലൊരു സ്കൂപ്പ് വെച്ച് അങ്ങോട്ട് കൊടുക്കത്തേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ മേലിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇടണം. അത് അരിയാനുള്ള നേരം വേണം.
ഇപ്പം എൻ്റെ കയ്യിൽ ആ നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നും ഇച്ചിരി മാറ്റി വെക്കട്ടെ. എന്നിട്ട് ഇതേപോലത്തെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതേപോലത്തെ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് എടുക്കണം, അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ആദ്യം ചോക്ലേറ്റ് കേക്കാണ് ഏറ്റവും നല്ലത്. ഇല്ല സാധാ കേക്കാ ഉണ്ടെങ്കിൽ അത് മതി. ഇതിനെ അങ്ങോട്ട് സ്ലൈസ് ചെയ്തേച്ച് ഒരു സ്ലൈസിനെ ഫസ്റ്റ് അടിയിലിടുക. ചുമ്മാ ഒന്ന് ലെയർ ചെയ്ത് ഐസ്ക്രീം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഗ്രീൻ എഫക്റ്റ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ. സാധാരണഗതിയിൽ ചോക്ലേറ്റ് ഐസ്ക്രീമിന് വാനില ഫ്ലേവറാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ അത് ഒരു ബേസിക്കലി ചുമ്മാ പറയുന്ന കേട്ടോ, ഏറ്റവും ബെസ്റ്റ് ഫ്ലേവർ എന്ന് പറഞ്ഞാൽ പിസ്ത ടേസ്റ്റാണ് ഏറ്റവും നല്ല ഫ്ലേവർ. നെക്സ്റ്റ് നമുക്ക് ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ കാണണേ. നെക്സ്റ്റ് ഒരു സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം. ഇനി ഇതിൻ്റെ മേളിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ തന്നെ ആ പൊടി ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലൊന്ന് വെതറിയേച്ചാൽ മതി. ഞാൻ ആ രണ്ട് നമ്മുടെ ഐസ്ക്രീം ആയാലും നമ്മുടെ ചിക്കൻ ആയാലും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഐസ്ക്രീം കുറച്ച് തണുപ്പായിട്ട് തന്നെ ഇരിക്കുന്നത്. എന്താ പറയുക, അത്രയും കട്ടിയായിട്ട് ഇരുന്നാലുണ്ടല്ലോ നമുക്ക് ആ കേക്കുമായിട്ട് സ്കൂപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് ഇച്ചിരി പ്രയാസമായിരിക്കും. അതുകൊണ്ട് നേരത്തെ ഞാനിത് വെളിയിൽ വെച്ചു. പിന്നെ നമ്മുടെ ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ ആണെങ്കിൽ അതും ചൂടോടെ കഴിച്ചാലേ ടേസ്റ്റ് ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ പ്രസൻറ്റേഷൻ ചെയ്തു വിത്ത് ഡിപ്പ് കേട്ടോ. ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ആ പാട്ടിനോട് അങ്ങ് ലയിക്കും. പക്ഷെ ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് സസ്പെൻസ് എൻ്റെ പ്രേക്ഷകർക്ക് വിട്ടു. ഞാനും ഇവിടെ ഒന്നും പറഞ്ഞില്ല ആരാ എന്നാ വരുന്നതെന്നൊന്നും. പിന്നെ ആണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ടു ബി ഫ്രാങ്ക്, ഫ്രാങ്കോ അടുത്തൊരു കാര്യം പറയണം. എന്നാന്ന് വെച്ചാൽ ഫ്രാങ്കോ എന്ന് പറഞ്ഞൊരു പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഞങ്ങളുടെയൊക്കെ മനസ്സിൽ, എൻ്റെ മനസ്സിലല്ല പ്രേക്ഷകരുടെ എല്ലാവരുടെ മനസ്സിൽ ഒരു ചെമ്പകപ്പൂക്കൾ കുറേ വരും, പിന്നെ കുറേ സുന്ദരിമാർ വരും. ഇത് ഞാൻ പറഞ്ഞ എന്നാത്തിനാന്ന് മനസ്സിലായോ? എനിക്ക് 2 പാട്ടും കേൾക്കണം. പാടാലോ. ആദ്യം തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിൽ. ഐ ആം സോ ഹാപ്പി. പ്രത്യേകിച്ച് എൻ്റെ വൈഫ് സ്ഥിരമായിട്ട് ഞങ്ങളൊക്കെ കാണുന്ന പ്രോഗ്രാമാണ്. നിങ്ങളുടെ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് വീട്ടിൽ. താങ്ക് യു. സ്പെഷ്യൽ താങ്ക്സ് ഭാര്യയോട് പറയാട്ടോ. പക്ഷെ ഫ്രാങ്കോയും വൈഫും നല്ലതായിട്ട് പാചകം ചെയ്യും എന്നുള്ളത് എനിക്കറിയാം. കാര്യം ഭയങ്കര ഇഷ്ടം. ആർക്കാ കൂടുതൽ ഇഷ്ടം പാചകം ചെയ്യാനായിട്ട് കൂടുതൽ ഇഷ്ടം? ഞാൻ മാഗസിനിൽ കണ്ടു അല്ലേ, ഒരു മാഗസിനിൽ വന്നില്ലേ കുറച്ച് നാൾ മുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവർക്ക് രണ്ടുപേർക്കും ഭക്ഷണത്തോട് ഭയങ്കര ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരാന്ന് തോന്നുന്നു, ഫുഡിനോടൊക്കെ. സാധാരണ എന്നാന്നറിയോ, ഫ്രാങ്കോയ്ക്ക് ഭയങ്കര ഒരു എന്നാ പറയാ, ഈ ആൽബംസ് ചെയ്തപ്പോഴും നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതും ഫ്രാങ്കോ ശരിക്കും ഒരു എന്നാ പറയാ ബേസ് തീം എന്ന് പറയുന്നത് ലവിനെ കുറിച്ചിട്ടാണ്. പക്ഷെ ഈ ഇടയ്ക്ക് നമ്മുടെ ഈ റോഡും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു 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 ഇത് വന്നു. അതിന്റെ ഒരു അവസ്ഥയെ കുറിച്ച്, നല്ലൊരു അവസ്ഥ പറയുന്നില്ല, ആ ഒരു റോഡിന്റെ ഒരു ദുരവസ്ഥ ഉണ്ടല്ലോ, അതിനെ കുറിച്ച്. നമ്മളൊക്കെ പുറത്തൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യാറുള്ളതാണല്ലോ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹം തോന്നാറുണ്ട് അങ്ങനെയുള്ള റോഡുകൾ നമ്മുടെ നാട്ടിലും വേണം അല്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ മാക്സിമം അപകടങ്ങളൊക്കെ ഒഴിവാക്കാനും എല്ലാത്തിനും നല്ല റോഡുകൾ നമുക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് റോഡുകളെ പറ്റിയുള്ള പാട്ട് ചെയ്തത് അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ചെമ്പകവും പ്ലീസ്. ഓക്കെ. ചെമ്പകമേ ചെമ്പകമേ നീ എന്നും എൻ്റെ തല്ലേ,
സഖിയേ സഖിയേ ഓമൽ കനവേ നീ എന്നുമെൻ്റേതല്ലേ നീലക്കായലോളം പാടി നീലാകാശം കാതിൽ ചൊല്ലി നീ എന്നുമെൻ്റേതല്ലേ. ഫ്രാങ്കോ, ക്യാമ്പസ് ഒക്കെ ഇളകി മറിഞ്ഞ ഒരു സാധനം കേട്ടോ ഇത്. ശരിക്കും ഒരിടയ്ക്കെന്നല്ല, സ്റ്റിൽ എവർഗ്രീൻ ആട്ടോ. പെൺപിള്ളാരുടെയും ആൺപിള്ളാരുടെയും ഒക്കെ വായിൽ എപ്പോഴും നിത്യം വരുന്ന ഒരു പാട്ടാ ഈ രണ്ട്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ആയാലും ഒക്കെ നല്ല പ്രോത്സാഹനങ്ങൾ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം, അവിടെ ഇരിക്കാം നമുക്ക്. നോ പ്രോബ്ലം. പൂർവ്വം ഞാൻ ഡെസേർട്ട് ഐസ് തന്നു എന്ന് വിചാരിക്കല്ലേ. തണുപ്പ് മാറിയേച്ചേ ഞാൻ തരത്തുള്ളൂ. എനിക്ക് വേണ്ട പാട്ടുകളെല്ലാം പാടിച്ചേച്ചേ ഞാൻ തരത്തുള്ളൂ. ഇപ്പൊ ഒന്നും എന്നോട് ചോദിക്കരുത്. സോർട്ട് ഓഫ് റാഗിങ് മുമ്പ് വെച്ച്. നോ പ്രോബ്ലം. എന്തായാലും ഇതെന്നാ എൻ്റെ ഒരു കുഞ്ഞു സമ്മാനം. ഓക്കെ, താങ്ക് യു. ഇതെന്നാ ഇതൊരു മെഡിറ്റേഷൻ ആൽബമാണ്. ക്രിസ്ത്യൻ മെഡിറ്റേഷൻ ആൽബമാണ് ഇൻ സാൻസ്ക്രിറ്റ്. നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെ ഒത്തിരി നല്ല യോഗ ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാം, മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം, അതിനൊക്കെ ഉള്ളതാണ്. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആൽബം ഉണ്ടാക്കിയേ? എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെയൊക്കെ ലൈഫിൽ ഓരോ ചെറിയ ടഫ് ടൈമുകളുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ചില സർപ്രൈസുകൾ ചിലപ്പോൾ കിട്ടും. അങ്ങനെ എനിക്കൊരു പ്രാവശ്യം ചെറുതായിട്ട് ഒരു വയറുവേദന വന്നു കഴിഞ്ഞപ്പോൾ ആകെ ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചു. അങ്ങനെ ലേക്ക് ഷോറിൽ ഞാൻ ഒരു ഡോക്ടറെ കാണാൻ ചെന്നു. അപ്പോൾ എൻഡോസ്കോപ്പിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പോളിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആകെ ടെൻഷനായി. പിന്നെ അവിടുന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നല്ല ഈ ഹോസ്പിറ്റൽ നല്ലത് തന്നെ, പക്ഷെ കോയമ്പത്തൂർ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അവിടെ അങ്ങനെ കോയമ്പത്തൂരിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പോഴേക്കൊക്കെ ഏകദേശം ഒരാഴ്ച സമയമുണ്ട്. ഈ ഒരാഴ്ച സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക, എന്താണെന്ന് അറിയണ്ടേ. അങ്ങനെ ആ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് മുതൽ അവിടെ കയറി പുറത്ത് വരുന്നവരെ എൻ്റെ കൂടെ ഇങ്ങനെ ഒരു മ്യൂസിക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് ഗേറ്റിലെത്തുന്നത്, എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ്. ഈ 3 മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ആ സമയത്ത് ഐ വാസ് റിയലി റിലാക്സ്ഡ് ആയിരുന്നു, ഒത്തിരി റിലാക്സ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു മ്യൂസിക്കിൻ്റെ വലിയൊരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ വലിയൊരു പവർ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ആൽബം വേണമെന്നുള്ളത്. വളരെ കുഞ്ഞുനാൾ മുതലേ ഈ പറഞ്ഞ കൂട്ട് മ്യൂസിക് വേൾഡിലേക്ക് വന്നല്ലേ? എനിക്കൊന്ന് ഒത്തിരി ചെറുപ്പത്തിൽ തന്നെ ബാൻഡൊക്കെ രൂപപ്പെടുത്തിയിട്ടില്ലേ? ഉണ്ട്. അതിന് മുന്നേ ഞാൻ ഈ ഇതിലേക്ക് വരാനുള്ളൊരു കാരണം കൂടെ പറഞ്ഞ് ബാൻഡിലേക്ക് വരാം. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ 15 എനിക്ക് 15 വയസ്സുള്ളപ്പോൾ എൻ്റെ അങ്കിള് ഈ ഷോയിൽ വന്നിട്ടുണ്ടാവും, സോ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഒരു 13 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫിലിമുകൾക്ക് വേണ്ടി ട്രാക്ക് പാടാറുണ്ട്. പിന്നെ മറ്റു ഭാഷകളിലുള്ള പല ഫിലിമുകളുടെയും ഗ്രൂപ്പുകൾ ആൻഡോ ചേട്ടനില്ലേ മരിച്ചു പോയത്, പാപ്പിയപ്പച്ച എന്നുള്ള പാട്ടൊക്കെ പാടിയത്, പിന്നെ റാഫി ചേട്ടൻ, ജിജോ ചേട്ടൻ, കുറേ അന്നത്തെ സീനിയർ മ്യൂസീഷ്യൻസ് സിംഗേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ കൂടെ ഞങ്ങൾ കോറസ് പാടാറുണ്ട്. അപ്പോൾ ഈ 13 വർഷം ആക്ച്വലി എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് പാട്ടുകളാണ് എനിക്ക് മാച്ച് ആവുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്ട്രോങ് പോയിൻറ്റ്സ്, എവിടേക്ക് നമ്മൾ വീക്കായിട്ടുള്ളത്, ഇതൊക്കെ അതൊക്കെ ചൂണ്ടിക്കാണിച്ച് തരാനായിട്ട് അങ്കിള് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ അതിൽ. അങ്ങനെ ഞങ്ങൾ ഒരു ബാൻഡ് 7 എന്ന് പറഞ്ഞ് ഞങ്ങൾ 3 സുഹൃത്തുക്കൾ കൂടെ ഒരു ബാൻഡ് ഫോം ചെയ്തു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ദൂരദർശനിൽ സ്ഥിരമായിട്ട് ഒരു മ്യൂസിക് പ്രോഗ്രാം, ഈ ഹിന്ദി ആൽബങ്ങളുടെ ഒരു മ്യൂസിക് പ്രോഗ്രാം വന്നിരുന്നു.
അതിൽ ഒരുപാട് ആൽബങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള ആൽബങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഒരുപാട് മോശം ആൽബങ്ങളും വന്നിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ പറയും, ഓക്കെ നമുക്ക് നല്ല കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണം ട്രൈ ചെയ്യാമല്ലോ. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് ലൈക്ക് സ്റ്റീഫൻ ദേവസി ആൻഡ് സംഗീത്, അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഈ ബാൻഡ് ഫോം ചെയ്തു. അതിനുശേഷം ഒരു ഏകദേശം ഒരു 1.5 വർഷത്തോളം ഞങ്ങൾ അതുമ്മ വർക്ക് ചെയ്തിട്ടുണ്ട്. വിനിത് പിള്ള എന്ന് പറഞ്ഞ ലിറിക്സ് റൈറ്റർ കിട്ടി, മലയാളിയാണ് അദ്ദേഹം ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ മുംബൈ. അപ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. ഞങ്ങളുടെ ആശയങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റി. പല ഡിഫറെൻറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ ആൽബം ഞങ്ങളുടെ ഓഡിയോ വർക്ക് കഴിഞ്ഞപ്പോഴാണ് പുലിവാല് മനസ്സിലാവുന്നത്. ഇത് ഇറക്കണമെങ്കിൽ എളുപ്പമല്ല, കാരണം നമ്മളുടെ ഡിക്ഷൻ എപ്പോഴും വ്യത്യാസമുണ്ട്. ഒരു മലയാളി ഹിന്ദി പറയുമ്പോഴോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മറ്റു ഡെഫിനറ്റ്ലി ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ അവർക്കത് തീരെ ആക്സെപ്റ്റബിൾ അല്ല. അങ്ങനെ പ്രമോദ് ശങ്കർ എന്ന് പറഞ്ഞ ബോംബെയിലുള്ള ഒരു മ്യൂസീഷ്യനെ കാണുകയാണ്. അദ്ദേഹമായിരുന്നു അന്ന് ടൈംസ് മ്യൂസിക്കിൻ്റെ അന്നത്തെ പ്രസിഡൻറ്റ്. അപ്പോൾ അതേ മ്യൂസീഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ പാട്ടുകൾ കേട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് പറഞ്ഞു, പാട്ടുകളൊക്കെ ഇഷ്ടമായി, പക്ഷേ ഉച്ചാരണം നമുക്കൊന്നും കൂടി ചെയ്യണം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം. അഗൈൻ അനദർ 1.5 years വീണ്ടും ഇത് അവിടുന്ന് അദ്ദേഹം മാറുന്നു, കോസ്മിക് മ്യൂസിക്കിലേക്ക് അദ്ദേഹം ചാർജ് എടുക്കുന്നു. ഈ സമയങ്ങളിലൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളൊരു കമ്പനീനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കേട്ടോ. എനിവേ ആ ആൽബം ഇറങ്ങിക്കഴിഞ്ഞ് 27 നാഷണൽ ചാനലുകൾ, MTVയിലും വി ചാനലിലും B4U, ETC, ATNZ, കുറേ ചാനലുകൾ, ഒത്തിരി ചാനലുകളിൽ ഒരു ഹാർഡ് വർക്കിന്റെയും ഒരു നിന്ന് പോയതിന്റെ പ്രയാസവും എല്ലാം ആയിട്ട് ഡബിൾ അല്ലേ? ഉറപ്പായിട്ടും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് പോലെ. ഓക്കെ, അപ്പം ഈ സ്കൂൾ 15 ഇയേഴ്സിലല്ലേ തുടങ്ങിയത്? അപ്പം യു ആർ ഡൂയിങ് 10th ഐ തിങ്ക് അല്ലേ? അത് കഴിഞ്ഞ് കോളേജിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര എങ്ങനെയായിരുന്നു ലൈഫ്? മ്യൂസിക്കിലായിരുന്നോ? അതോ കോളേജ് ആകുമ്പോൾ നാച്ചുറൽ, ഇപ്പൊ ഈ പറഞ്ഞ യൂത്തിന് കുറെ രാഷ്ട്രീയം വരാം, ഏതായിരുന്നു? വാട്ട് വാസ് യുവർ ഇൻട്രസ്റ്റ്? എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റ് മ്യൂസിക് മാത്രമായിരുന്നു. പക്ഷെ നിർബന്ധപൂർവം ഒരിടയ്ക്ക് രാഷ്ട്രീയത്തില് അറിയാതെ അതായത് റാഗിങ് എന്നൊക്കെ പറഞ്ഞ പരിപാടികളുണ്ട് ഞങ്ങളുടെ കോളേജിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ ഒരു ക്ഷമയും ഒക്കെ പോവും. അപ്പോൾ അവരുടെ മെയിൻ ടെൻഷൻ ഉണ്ടായിരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളവരൊക്കെ ആയിരുന്നു. എനിവേ എന്തായാലും സംഭവം ആ സമയത്ത് അങ്ങനെ ഒരു പാർട്ടിയിൽ തുടങ്ങണം തോന്നി. അന്ന് ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിട്ട് സെലക്ട് ചെയ്തു. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ തല്ല പിടിക്കാൻ പോയോ? ഞാൻ അത്ര മിടുക്കനല്ല. ഇനി എന്തായാലും വീട്ടുകാരുടെ സമാധാനമൊക്കെ പോയി കഴിഞ്ഞപ്പോ വേഗം ഇപ്പൊ എനിക്ക് ഊഹിച്ചു, ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ഓക്കെ, പിന്നെ അങ്ങനെ ഇവിടുന്ന് മറ്റേത് ഇടയ്ക്ക് വർക്ക് ഉണ്ടാകുമ്പോൾ മാത്രം മദ്രാസിൽ പോയിരുന്നുള്ളൂ. ഈ ഇങ്ങനത്തെ ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്നോട് പതുക്കെ ഇവിടുന്ന് പൊക്കോളം പറഞ്ഞു വിടുന്നു. അപ്പം ഞാൻ പാലക്കാട് മ്യൂസിക് കോളേജിൽ ചേരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞോ, ഒന്നും വേണ്ട, നീ ഇവിടെ നിൽക്കണ്ട, വേഗം ഡെഫിനറ്റ്ലി. അങ്ങനെ ചെന്നോണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ഗായകനെ കിട്ടി ഇല്ലേ? നല്ലൊരു മ്യൂസിക്, നമുക്ക് നല്ലൊരു മ്യൂസിക് കേൾക്കാൻ പറ്റി. ഇതൊക്കെ അവിടെ ചെന്നപ്പോഴത്തേക്ക് യുവർ മൈൻഡ് വാസ് എൻറ്റയർലി മാറി അല്ലേ? മാറി. എനിക്ക് തോന്നുന്നത് എനിക്ക് പാട്ടുകാരനാവാൻ പറ്റി എന്നുള്ളതിനേക്കാളും കൂടുതൽ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വരുന്ന, പെട്ടെന്ന് എനിക്ക് തോന്നിയത്, അതിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വികൃതി ഉണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ. ആ ഒരു സമയത്തുള്ള ആമ്പിള്ളേർക്കുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫാദറായിട്ട് ഞാൻ കുറേ നാള് അധികം സംസാരിക്കാൻ ആള് കുറച്ചൊക്കെ ഇങ്ങനെ പിണങ്ങിയിരിക്കായിരുന്നു. അങ്ങനെ വിഷമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എന്നെ ഫാദർ ഇങ്ങനെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ പോയി ഒരു എന്തായാലും ഒരു റിട്രീറ്റിന് പോകണം എന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. അപ്പോഴും ആള് അപ്പനല്ല പറയുന്നത് കേട്ടോ, വേറെ ഒരു അങ്കിൾ വഴി ആളെ കൊണ്ട് ഇങ്ങനെ വഴി തിരിച്ചൊക്കെ പറയുവാ. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ റിട്രീറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അപ്പച്ചൻ അവിടെ ഉണ്ട്.
സോ ഹി വാസ് വെയിറ്റിംഗ് ഫോർ മീ ആക്ച്വലി. ആരുമില്ല, അമ്മയും ആരും അന്ന് വീട്ടിലില്ല. അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് റിട്രീറ്റിന് പോയപ്പോൾ അവിടുത്തെ ഫാദർ പറഞ്ഞിട്ടുണ്ട്, നീ പോയി നിൻ്റെ ഫാദറിനോട് മാപ്പ് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് ഒരു 3 വർഷത്തിന് ശേഷം ഞാൻ അപ്പനോട് ചോദിക്കുകയാണ് എന്നൊക്കെ സൗണ്ടൊക്കെ ഉണ്ടായി. പക്ഷെ ആള് മൈൻഡ് ചെയ്യണില്ല, ആള് പേപ്പർ വായിച്ചിങ്ങനെ ഇരിക്കുക, മൈൻഡ് ചെയ്യുന്നില്ല ആള്. അങ്ങനെ അവസാനം ഞാൻ വീണ്ടും ചോദിച്ചു, അല്ല നമ്മുടെ ആശാന്മാരൊക്കെ എവിടെ പോയി? അപ്പം അമ്മയും ഇവരൊന്നും കാണുന്നില്ലല്ലോ. അവരൊക്കെ പോയിരിക്കുക, പള്ളിയിൽ പോയിരിക്കുക. വീണ്ടും ആൾ പേപ്പർ വിളിച്ചു. പിന്നെ സംസാരം കണ്ടിന്യൂ ചെയ്യണില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാനൊരു റിട്രീറ്റൊക്കെ കഴിഞ്ഞ് വന്നതല്ല, എന്നോടൊന്നും അതിനെപ്പറ്റി ചോദിച്ചല്ലോ. ഞാൻ പറഞ്ഞു നന്നായിരുന്നു, ഇറ്റ് വാസ് ഗുഡ്. എന്നിട്ട് അതിൻ്റെ പിന്നാലെ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കുറേ ഹാവ് ഡൺ സോ മെനി തിങ്സ് റോങ്, സോ ഐ എം സോറി, എന്നെ ഒന്ന് ബ്ലെസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സമയത്ത് ആ ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് സോ അമേസിങ്. ലൈക്ക് എൻ്റെ ഒരു ലൈഫ് ടൈമിലേക്കുള്ള ബ്ലെസ്സിങ് സ്റ്റാർട്ട്സ് ഫ്രം ദെയർ. ഇറ്റ് വാസ് സോ പ്രഷ്യസ് ഫോർ മീ. അപ്പം എന്നാ പറഞ്ഞു? അപ്പം കെട്ടിപ്പിടിച്ച് കുറേ നേരം ബ്ലെസ് ചെയ്ത് തന്നെ കുറേ സങ്കടപ്പെട്ടു ആള്. പക്ഷെ ആ ഒരു സമയത്ത് കിട്ടിയ ഒരു ഈ ട്രാക്ക് ഒക്കെ പാടുമ്പോഴത്തേനില്ലേ നമ്മൾ ഒത്തിരി പേരുടെ കൂടെ നിന്ന് പാടുമല്ലോ, അതായത് കോറസ് പാടുമ്പോഴൊക്കെ. അപ്പം അവരാരേലും ഒരു ഫ്രാങ്കോനെ ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് അപ്രിഷിയേറ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും? അന്ന് ഏറ്റവും എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും കുറഞ്ഞത് ഒരു 25-30 വയസ്സ് ഡിഫറൻസ് ഉള്ള ചേട്ടന്മാരായിരുന്നു അന്ന് എൻ്റെ കൂടെ പാടിയിരുന്നത്. 25 വയസ്സ് മിനിമം ഉള്ളവർ പലരും റിട്ടയറായി. ആൻഡ്രോ ചേട്ടൻ മരിച്ചു. അപ്പോൾ അവരുടെ കൂടെയൊക്കെ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മകൻ്റെ പോലെയാണ്. അപ്പോൾ എന്നെ കുറേ ഗൈഡ് ചെയ്യും. പ്രത്യേകിച്ച് ഈ തമിഴൊക്കെ പാടുന്ന സമയത്ത് അതിലുള്ള ഉച്ചാരണം, അതിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അതിൽ നാ എന്ന് പറയും, നാ ഇല്ല, അങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റുകൾ. പിന്നെ മൈക്കിൻ്റെ പൊസിഷനോ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ സീനിയർ, ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക്. കോറസ് പാടാനൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കിട്ടിയിട്ടുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യം. ട്രാക്ക് പാടിയിരുന്ന സമയത്ത് കൂടുതലും എൻ്റെ ഒരു സ്ട്രോങ് പോയിൻ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്കിൾ എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കൂടുതലും എക്സ്പ്രഷൻസ്. ഒരു വാക്ക് പറയുമ്പോഴത്തെ എക്സ്പ്രഷൻ, ആ ഒരു സംഭവം എന്നെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം ഒരുപാട്. ശരിക്കും ഫ്രാങ്കോ യു ആർ സോ ബ്ലെസ്ഡ്. ആർക്കൊക്കെ ട്രാക്ക് പാടിയിട്ടുണ്ട്? ചിത്രേച്ചിക്ക് പാടിയിട്ടുണ്ട്, സുജാതേച്ചിക്ക് പാടിയിട്ടുണ്ട്, MG ചേട്ടന് ശ്രീകുമാർ സാറിന് വേണ്ടി പാടിയിട്ടുണ്ട്. ചിത്രേച്ചിക്കും സുജാതേച്ചിക്കും എങ്ങനെ പാടുക? ട്രാക്കല്ലേ പാടുന്നേ? ആ പാട്ട് ഏതായിരുന്നു? ചായം പോയ സന്ധ്യയിൽ തേങ്ങും മൺചിരാതുകൾ. ആ പാട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ട്രാക്ക് പാടിയതാണ്. അത് ചിത്ര ചേച്ചിയാണ് പാടിയിട്ടുള്ളത് അല്ലേ? ഒരു 3 വരി പാടും. ലൈനാണ് എൻ്റെ ശത്രു, വരികള് മറന്നുപോയോ? റോഡിനെ പറ്റി പാടാം. അത് വേഗം പാടാം, 4 വരികളുള്ള തുടക്കം പോലെ. പട്ടിക്കുഴി ചെറുകുഴി പലകുഴി നിറയും പാത കണ്ടില്ലേ, ഈ വഴിയിലെ കുഴികൾ കാലനൊരുത്സവമേകില്ലേ, ഡേഞ്ചർ സോൺ. ശരി കേട്ടോ, സത്യം. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ ആലോചിക്കുമ്പോ ഇതെല്ലാം ഉണ്ട് അല്ലേ. പിന്നെ ഇപ്പം ലൈഫില് യു ഗീവ് ഫസ്റ്റ് പ്രയോറിറ്റി ടു മ്യൂസിക്. മ്യൂസിക് മാറ്റി നിർത്തിയ വിച്ച് ഈസ് യുവർ ഫസ്റ്റ് പ്രിഫറൻസ്? ഫാമിലി. ഓക്കേ, മേബി ഇറ്റ് കംസ് ഫസ്റ്റ്. ഡെഫിനറ്റ്ലി. ഇനി ഫാമിലിയുടെ വിശേഷം കേൾക്കട്ടെ. ഫാമിലി, എനിക്ക് ഒരു ഭാര്യയുണ്ട്. ഒരു ഭാര്യയുള്ളൂ എല്ലാവർക്കും അറിയാം, 2 ആയ അടിയും കൊടുക്കും. പിന്നെ 3 മക്കള്, 2 ആൺമക്കളും 1 മകളും. മൂത്തവൻ 8th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു 9th-ലേക്ക്, രണ്ടാമത്തവൻ 6th കഴിഞ്ഞു 7th-ലേക്ക്, മൂന്നാമത്തെ മകളാണ്, അവള് 3rd സ്റ്റാൻഡേർഡിലേക്ക്. തമിഴില് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്, പിന്നെ ഹിന്ദിയിൽ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. ആൻസർ ആണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയൊക്കെ പാട്ട് ചെയ്തു, കുറച്ചൊന്ന് ഫെയിമായി, യു ബിക്കേം നോട്ടീസ് ടു ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. അന്നേരം അവിടെ നിന്ന് സ്കിപ്പ് ആവും. എന്നത്തിനായി പരിപാടി കാണിക്കുന്നത്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹോം സിക്നെസ് ഉണ്ട് ഒത്തിരി. അപ്പം ഞാനൊരു അധികം സമയം ഇങ്ങനെ മാറി നിൽക്കാറില്ല, വേഗം വീട്ടിലേക്ക് എത്താറുണ്ട്. ഓക്കെ.
പിന്നെ തിരിച്ചങ്ങോട്ട് പോകണ്ടേ? യു ടുക്ക് എ ലോങ് ഗ്യാപ്പ്. ഉണ്ട്. ശരിക്കും അവിടെ എനിക്ക് തോന്നുന്നു കുറേ ആപ്റ്റായിട്ടുള്ള കുറേ പാട്ടുകൾ തമിഴിൽ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പാടിയ പാട്ടുകൾ പലതും ഹിറ്റാണ്. എന്നോട് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവിടെ താമസിക്കാൻ. എനിക്കത് അതിനുള്ളൊരു ഐ ഡോണ്ട് തിങ്ക് സോ. ഇടയ്ക്ക് വന്ന് പാടിയേച്ചു പോവാ അല്ലേ? വീട് വിട്ടേച്ചൊന്നും വേണ്ട. പിള്ളേരെയും ഭാര്യയൊക്കെ ഇടയ്ക്ക് കണ്ടോണ്ടിരിക്കാൻ. അല്ല, ഹോം സിക്നസ് നാച്ചുറൽ. എവിടെയാ ഭാര്യയും മക്കളും എവിടെയാ സെറ്റിൽ ആയേക്കുന്നത്? തൃശ്ശൂർ. ഭാര്യ എങ്ങനെയാ കണ്ടുപിടിച്ചേ? പാട്ട് പാടി കൊണ്ടുവന്നാന്നോ? ഫ്രാങ്ക് ആവണം. എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ് അവർ. ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ പള്ളിയിൽ കണ്ടുള്ള പരിചയമുണ്ട്. അങ്ങനെ ഇഷ്ടം തോന്നി. ഇഷ്ടം തോന്നി പറഞ്ഞു. ലവ് മാരേജ് അങ്ങ് പറഞ്ഞാ പോലെ. ഞങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ പറയുന്നതിനാണ് ഞങ്ങൾ ലവ് മാരേജ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ വട്ടം ചുറ്റി വെച്ച് ഇങ്ങനെയൊക്കെ പോകുന്നത്. ഉള്ള കാര്യം അങ്ങ് നേരിട്ട് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. ഇഷ്ടമാന്ന് പറഞ്ഞു, കെട്ടി ഇങ്ങ് പോന്നു, അതങ്ങ് പറഞ്ഞാൽ പോരെ. ലവ് മാരേജ് ആയിരുന്നു. ഇതങ്ങ് പറയാനല്ലേ നേരത്തെ അങ്ങ് പറഞ്ഞേ. ഓക്കെ, ഒരു പ്രണയഗാനം പാടുവോ ഭാര്യയ്ക്ക് വേണ്ടിട്ട്? ഞാൻ പാടി തന്നെ മതിയോ? ഭാര്യ കാണുമ്പോ ലവ് തോന്നുമ്പോ വരുന്ന ഒരു പാട്ട്. അയ്യോ. കിനാവിലെ ജനാലകൾ തുറന്നിടുന്നതാരാണോ, വിമുഖമാ വിപഞ്ചിയിൽ വിരൽ തൊട്ടതാരാണോ, നിലാത്തുവലാലൻ മുടി മെല്ലെ മെല്ലെ തലോടി മയക്കുന്ന കാറ്റിന്റെ കൈകളോ. സൂപ്പർ. ഇങ്ങനെ പാടുവാന്നേലും ഞാനുണ്ടല്ലോ വർത്താനം പറയുവേല, ഇങ്ങനെ പാടിച്ചോണ്ടിരിക്കും കേട്ടോ. ഭയങ്കര മെലഡിയസ് പാട്ട് ഫ്രാങ്കോയുടെ കേൾക്കാൻ നല്ല രസമാണ്. ഇപ്പം ജമുന പാരിൽ ഒരു പാട്ട് പാടിയില്ലേ തൃശ്ശൂർ സ്ലാങ്ങില്? പാടി. തൃശ്ശൂർ സ്ലാങ് കേൾക്കാൻ നല്ല രസമാന്നേ. അതെയോ? ഞങ്ങൾക്ക് ശരിക്കും തൃശ്ശൂരുള്ളവർ പുറത്തു പോകുമ്പോൾ ഒന്ന് പിടിക്കും. കാരണം ഞങ്ങളുടെ ഭാഷ കേൾക്കുമ്പോൾ പലരും ചിരിക്കാറുണ്ട്. അതെന്നത്തിന് ചിരിക്കുന്ന? വെടിപൊട്ടുന്ന ഭാഷയല്ലേ പറഞ്ഞേ. എന്തുണ്ടക്കടാവേ എന്തുട്ടത്, എന്തുണ്ടക്കടാവേ എന്തുട്ടത്, അമിട്ട പൊട്ടി മേപ്പെട്ട പൊന്തി എന്തുട്ട ചെയ്യാക്കിപ്പെട്ട വന്നു. ഇത് ശരിക്കാണോ ലിറിക്സ് എഴുതിയ? ഹരിനാരായണൻ. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞോ ഈ സ്ലാങ്ങില്, ഈ ഇതില് വേണം എന്നുള്ളത്? ഇതില് ഗോപി സുന്ദരാണ് ഇതിന്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. ഗോപി ബേസിക്കലി തൃശ്ശൂർക്കാരനാണ്. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഔസേപ്പച്ചൻ്റെ കൂടെ. ഒരുമിച്ച് കുറെ വർഷം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. തമിഴിൽ ഞാൻ ആദ്യം പാടിയത് ലേസ ലേസ എന്ന് പറഞ്ഞ ഫിലിം, പിന്നെ ഉള്ളം കേൾക്കുമേ, പിന്നെ തകതിമിത, തവം, ദെൻ മാട്രാനില് തീയെ തീയെ രാത്തിയെ ഇരുത്തിയേ തീണ്ട തീണ്ട തീണ്ടിയേ, തീയെ തീയെ രാത്തിയെ ഇനിത്തിയേ തീര തീര சேர்ந்தியே, அடி ராங்கனி 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 இனி ரம்மலூர போடு, இனி காமினி காமினி காமிനി നെരുങ്ങാമൽ നെരുങ്ങിയാട്. സുന്ദരിയവ പാടിയില്ല കേട്ടോ പ്ലീസ്. അത് ശരി, ഞാൻ പറഞ്ഞല്ലോ ഇരുന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ സോർട്ട് ഓഫ് റാഗിങ്. സുന്ദരിയേ വാ വെണ്ണിലവേ വാ എൻ ജീവതാളം നീ പ്രണയിനീ, ഓ നീലരാവിലൻ സ്നേഹവീതിയിൽ മമ തോഴിയായി വാ പ്രിയമയീ, ഓ അന്നൊരിക്കലെന്നോ കണ്ട നാളിലെൻ്റെ ഹൃദയമന്ത്രം കാത്തുവെച്ചു ഞാനോ. ഇവിടെ വന്നിട്ട് ഫ്രാങ്കോയെ കൊണ്ട് ഞാൻ ഈ പാട്ട് പാടിച്ചില്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നെ തല്ലും. അത് ഈ പറഞ്ഞോട്ട് അത്ര എവർഗ്രീൻ ഹിറ്റ് ആട്ടോ. ഇനി ഇതേപോലത്തെ പാട്ടുകൾ ഒരുപാട് കമ്പോസ് ചെയ്യണം കേട്ടോ. അയ്യോ, ഇത് കമ്പോസ് ചെയ്ത് ഞാനല്ല,
പിന്നെ ഞാൻ പാടിയിട്ട് മാത്രമേ ഉള്ളൂ. കമ്പോസ് ചെയ്ത ആളെ പറ്റി പറയാതെ നിർവാഹമില്ല. അത് ശ്യാം ധർമ്മൻ എന്ന മ്യൂസിക് ഡയറക്ടറാണിത്. ഹാറ്റ്സ് ഓഫ് ടു യു. ഫ്രാങ്കോ പുറത്തൊക്കെ പോയിട്ടുണ്ട് ഇഷ്ടം പോലെ. സോ യു ഹാഡ് എ ചാൻസ് ടു വിസിറ്റ് റോം അല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് പറയാം. റോമിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതാണ് സെയിൻറ്റ് സിസിലിയയുടെ ചർച്ചിൽ പോകണം എന്നുള്ളത്. ഒരു വലിയ എക്സ്പീരിയൻസ്. അവരാണ് നമ്മളുടെ മ്യൂസിക്കിൻ്റെ പാറ്റേണായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ അവിടെ ചെന്ന് ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടായിരുന്നു. നല്ല ഭയങ്കര മെഡിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു കത്തീഡ്രലാണ് സെയിൻറ്റ് സിസിലിയയുടെ കത്തീഡ്രൽ. ഫ്രാങ്കോ ഖത്തറിൽ പോയില്ലേ? ഖത്തറിൽ പോയിട്ട് നമ്മുടെ കേരളമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു ആൽബം ഇറക്കി. അതെന്നായിരുന്നു അതിൻ്റെ? അതിൽ ഖത്തറിൽ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും കാണാവുന്നത്, ഇപ്പോൾ നമ്മൾ ശ്രീലങ്കയിൽ ഞാൻ പോയിട്ടില്ല. സിംഗപ്പൂരിൽ ചെന്ന സമയത്ത് ഓരോ നാട്ടിലുമുള്ള ആളുകൾ അഗെയിൻ അവർക്കൊക്കെ ആ നാടിനെ പറ്റിയിട്ട് ഒത്തിരി ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് കുറേ പ്രത്യേകിച്ച് വളരെ റിച്ചായിട്ടുള്ള ഭയങ്കര കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരൊന്നും എനിക്ക് തോന്നുന്നില്ല നേരെ അവിടെ പോയി താമസിക്കില്ല. ഇവിടെ നല്ല റിച്ചായിട്ടുള്ള ആൾക്കാർ ഇവിടെ തന്നെ താമസിക്കും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മൾ പുറമെ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ പൈസയൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോൾ ആ രാജ്യത്തിനോടുള്ള അവരുടെ സ്നേഹവും പ്രതിപത്തിയും ഒക്കെ കാണിക്കാൻ അവർ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കും. അങ്ങനെ അവിടെയുള്ള സുഹൃത്തുക്കൾ ചേർന്നുണ്ടാക്കിയ ആൽബമാണ് ഖത്തറിലെ. അങ്ങനെ അതായിരുന്നു മെയിൻ തീം ഭാഗത്ത്. ഓക്കെ, ഇപ്പം ഫ്രാങ്കോ ശരിക്കും ഒരുപാട് മ്യൂസിക് ആണ്. യു ആർ ബേസിക്കലി എ മ്യൂസിഷ്യൻ, യു ആർ എ സിംഗർ, എല്ലാം. അപ്പാർട്ട് ഫ്രം ദിസ് വേറൊരാൾ പാടുന്ന ഒരാൾ, ഹൂഎവർ ഇറ്റ് മേ ബി, ഫ്രാങ്കോ മറന്ന് അവരിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചിട്ട് അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടിട്ട് ആസ്വദിച്ച ഒരു വ്യക്തി ഏത്? മേ ബി ബ്രയൻ ആഡംസ്, അതുപോലെ റിച്ചാർഡ് മാർക്സ്. ഇത് എന്താ പറയുക, ഈ വെസ്റ്റേൺ ഏരിയ ആയതുകൊണ്ട്. പക്ഷേ ചെറുപ്പത്തിൽ നമുക്ക് ഏതൊരു ഇന്ത്യക്കാരനും അല്ലെങ്കിൽ ഒരു മലയാളിക്ക് പാട്ട് കേൾക്കണമെന്ന് ആദ്യം തോന്നണല്ലോ. അതിനുള്ള കാരണക്കാരൻ നമ്മുടെ ദാസേട്ടൻ തന്നെയാണ്, സംശയമില്ല. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വേറൊരു സിംഗറാണ് നമ്മുടെ ജയചന്ദ്രൻ സാർ. ശരദിന്ദു മലർ ദീപനാളം മീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ശരിക്കും പഴയ ഗായകരുണ്ടല്ലോ, കമൂറ പുരുഷോത്തമൻ സാർ, ബ്രഹ്മാൻ സാർ, അവരിപ്പോഴത്തെ ജനറേഷനിലെ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും അറിയാൻ മേലായിരിക്കും. അതെല്ലാ ജനറേഷനിലും ഉണ്ടാവും. ഏറ്റവും നല്ലൊരു ഉദാഹരണം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മൾ ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കേരളത്തിൽ പഴക്കം ചെന്ന ഒരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇരിക്കുക എവിടെയാണെന്ന് വെച്ചാൽ ക്രൗഡിലാണ് ഈ സൗണ്ട് എഞ്ചിനീയർ ഇരിക്കുക. അവിടെ സ്റ്റേജ് ക്രൗഡിലാണ് സൗണ്ട് എഞ്ചിനീയർ ഇരിക്കുക. അപ്പോൾ ഇടയ്ക്ക് ഓരോ ആൾ പറയുകയാണ്, ആൾ തുടങ്ങിയ കാലം മുതൽ അന്നത്തെ അപ്പാപ്പന്മാർ, അപ്പം അന്നത്തെ ഹിറ്റുകളാണ് അന്നത്തെ മ്യൂസിക് പ്രോഗ്രാമുകളിൽ പാടുന്നത്, പണ്ട് കാലത്തുള്ള സിംഗേഴ്സ്. അപ്പോൾ ഓരോ അപ്പാപ്പന്മാരെ ഇങ്ങനെ അടുത്ത് വന്നെന്ന് പറയും, എന്താ ഈ പാട്ടൊക്കെ, പണ്ടത്തെ പാട്ടുകളാണ് പാട്ട്. ഇത് 40 കൊല്ലം 45 കൊല്ലം ആള് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 45 കൊല്ലം ഇത് കേട്ടിട്ടുണ്ടെന്ന് പറയും. ശരിയല്ലേ? ഇപ്പോഴത്തെ പാട്ടുകളെ പറ്റി നമ്മൾ പലപ്പോഴും നമ്മളെ കാരണന്മാര് പലരും എന്ത് പാട്ടാണ് നീക്ക പാടി. ശരിക്കും ഫ്രാങ്കോ അതൊരു ഭയങ്കര നല്ലൊരു അഭിപ്രായമാണ്. ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഫുഡ് സെർവ് ചെയ്യാം, ഇത്രയും മോതിരിട്ടേക്കുന്നതന്നെ അല്ല, ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. ഇതെല്ലാം ഇങ്ങനെ സിൽവർ, അതെന്നാ അങ്ങനെ? സിൽവർ ത്രോട്ടിന് നല്ലതാ അങ്ങനെ പണ്ട് ഉണ്ട്. ചുമ്മാ ഞാൻ അങ്ങനെ പൊട്ടിയ പോലെ ഇരുന്ന് ചുമ്മാ സിൽവർ അല്ല, സത്യമായിട്ടും നല്ലതാണെന്നാണ് കേൾക്കുന്നത്. സിൽവർ ഇട്ടാല് സിൽവർ ഇടുന്നത് അണിയുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്, ത്രോട്ടിനൊക്കെ സ്ട്രെങ്ത് കിട്ടാനായിട്ട്. പാടുന്നവർ മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉപയോഗിക്കാം. നാളെ നമുക്ക് എല്ലാവർക്കും സിൽവർ ഇടാട്ടോ. എന്തായാലും ഫ്രാങ്കോ നല്ലൊരു സജഷൻ അല്ലേ പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇടുന്നോണ്ട് എന്നാ
ട്രൈ ചെയ്യാല്ലേ നമുക്കെല്ലാം വീട്ടിലൊക്കെ? ഇതെന്തായാലും ട്രൈ ചെയ്യണം. ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുക ചിക്കനാണ്. ഫിഷ് കഴിക്കുവല്ല? പക്ഷേ ചിക്കനാണ് കൂടുതലും. അത് പാട്ടുകാർക്ക് അങ്ങനെ ചിക്കൻ കഴിക്കണം അങ്ങനെയൊന്നുണ്ടോ? അങ്ങനെ അതുകൊണ്ടല്ല കേട്ടോ. അതല്ലേ എനിക്ക് ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷമാണ് കൂടുതലും ചിക്കൻ കഴിക്കാൻ. അല്ലല്ല, ഫിഷ് കഴിച്ചു തുടങ്ങി. അതുവരെ ഞാൻ മീറ്റ് കഴിക്കണേ ചിക്കൻ തന്നെ എനിക്ക് ഇഷ്ടം. ഫ്രാങ്കോ, ഞാൻ ബേസിക്കലി ഒരു കാര്യം, വാട്ട് ഈസ് യുവർ ബേസ് ക്യാരക്ടർ? ഭയങ്കര ഫ്രീ ആണോ അതോ ഇങ്ങനെ ഭയങ്കര റിസർവ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ആളാണോ? എനിക്ക് കുറച്ച് ചമ്മലൊക്കെ ഉണ്ട്, പക്ഷെ അത് കുറെ കഴിയുമ്പോൾ ഡിസോൾവ് ചെയ്യും. ആണോ? അപ്പൊ ഇപ്പം ഇവിടെ ചമ്മലൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇപ്പൊ കംഫർട്ടായി തുടങ്ങി. കഴിക്കൂ. ഇനി ഇത് കഴിച്ചു നോക്കണം, ഈ ഡെസേർട്ട്. നോ പ്രോബ്ലം. നല്ല കോമ്പിനേഷൻ ഈ പിസ്തയുടെയും ഈ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഈ ചിക്കൻ്റെയും ഈ ഫ്ലേവർ ഇത് എന്താ മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്? വാട്ട് യു? ഇവിടുത്തെ തന്നെയാ. നമുക്ക് അവിടുത്തെ അബ്രോഡിന്റെ ഫ്ലേവേഴ്സ് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒക്കിയല്ല. നമ്മുടെ വീട്ടിലെ എല്ലാ ചിച്ചുമാരും ഉണ്ടാക്കണ്ടേ? അന്നേരം നമ്മുടെ ഇന്ത്യയിലല്ല നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന സാധനമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമുക്ക് അവിടുത്തെ ഫുഡ് ഇവിടെ കഴിക്കണം. ഓക്കെ. ഞാൻ ഇത്രയും സാധനമൊക്കെ തന്നില്ലേ, എനിക്ക് ഫ്രാങ്ക് ഒരു ഹിന്ദി പാട്ട് പഠിത്തരൂ. കഴിച്ചതിന് ശേഷം മതി കേട്ടോ. ഞാനൊരു എൻ്റെ ഒരു എപ്രാളവും ക്യൂരിയോസിറ്റി ഒക്കെ തന്നുള്ളൂ, പിന്നെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ പാട്ട് പാടണം. पल पल दिल के पास तुम रहते हो, जीवन मीठी प्यास तुम रहते हो. പിന്നെ ഈ മ്യൂസിക്കിലെ ഒരുപാട് വെറൈറ്റീസ് ഇസ് ദയർ അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞ കൂട്ട് ഫാസ്റ്റ് നമ്പേഴ്സ്, മെലഡി, അങ്ങനെ ഒത്തിരി മേഖലകളുണ്ട്. ഇപ്പം എനിക്ക് പ്രസന്റ് ആയിട്ട് തന്ന ഒരു മെഡിറ്റേഷണൽ വൈസ് അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ വൈസ് ഇതിൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ പൾസ് റേറ്റ് ഉണ്ടല്ലോ നമ്മളുടെ ബേസിക് ഹ്യൂമൻ്റെ ബിറ്റ്വീൻ 72 and 80. ആ പൾസ് റേറ്റിൽ നമ്മൾ ചേരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഡൗൺ ആണെങ്കിൽ നമ്മളൊന്ന് ഉഷാറാകും. ഇനി ഒത്തിരി ആങ്സൈറ്റി ഉള്ള സമയമാണെങ്കിൽ നമ്മളിന്ന് റിലാക്സ് ചെയ്യിപ്പിക്കും കുറേ. പിന്നെ അതുപോലെ തീറ്റ വേവ്സ് ആൻഡ് ബൈനറി ബീറ്റ്സ്, രണ്ട് മെയിൻ ഫ്രീക്വൻസികളിലുള്ള ടോൺസ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞ ഫ്രാങ്കോയുടെ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് യു ഹാവ് കം ഔട്ട് ദിസ് അല്ലേ? ഞങ്ങൾ ഈ ബാൻഡ് ഒരുപാട് ആൽബങ്ങൾ, സീക്രട്ട് ചാൻസ്, മൂലമന്ത്ര, ചക്രധ്യാന, ഇതൊക്കെ ഞങ്ങൾ ബാൻഡ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളാണ്, ബാൻഡ് 7. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അന്ന് ഞങ്ങളുടെ ആൽബങ്ങളിൽ ഇല്ലാത്തത് എന്ന് പറയാനായിട്ട് ഈ പറഞ്ഞ തീറ്റ വേവ്സും ബൈനറി ബീറ്റ്സും അതുപോലെ ഈ പൾസും ഇതിൻ്റെ ടെമ്പോ. പിന്നെ എൻറ്റയർ ആൽബം വി ഹാവ് കമ്പോസ്ഡ് ഇൻ സാൻസ്ക്രിറ്റ്. അതിൻ്റെ ലിറിക്സ് സാൻസ്ക്രിറ്റാണ്. ഡോക്ടർ കെ യു ചാക്കോ എന്ന് പറഞ്ഞ സാറാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു പേര് നമ്മളുടെ വില്യം ഫ്രാൻസിസ്, amazing talented piano player.